നന്ദി ശ്രീ ടി ബി വേണുഗോപാലപ്പണിക്കർ. അടുത്ത പ്രഭാഷണം ആരാധ്യനായ ശ്രീ ആർ രാമചന്ദ്രൻ നായർ, കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയും സംസ്കൃത സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലറും ആയ അദ്ദേഹം പുതുവന ദാമോദരൻ നമ്പൂതിരിയുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ്. ഒരു സംസ്കൃത പണ്ഡിതൻ എന്നുള്ള നിലയിൽ, കവി എന്ന നിലയിൽ, ആട്ടക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ, അങ്ങനെ അവർക്ക് തമ്മിൽ യോജിക്കാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. ആ സൗഹൃദത്തിൻ്റെ നല്ല സ്മരണകൾ ഈ ഗ്രന്ഥത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ശ്രീ രാമചന്ദ്രൻ നായർ സാറിനെ ഞാൻ ആദരപൂർവ്വം അനുസ്മരണത്തിനായി ക്ഷണിക്കുന്നു. സമാദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ എം ആർ രാഘവ വാര്യർ അവരുടെ, രംഗവേദിയിലിരിക്കുന്ന മഹനീയ വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ദിവംഗതനായ തന്ത്രിമുഖ്യൻ പുതുമന ദാമോദരൻ നമ്പൂതിരിപ്പാടിനെ കുറിച്ച് ഒരു ചെറിയ ലേഖനം ഞാൻ എഴുതിയിട്ടുള്ളത് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ ലേഖനം 3-4 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതാണ്. എൻ്റെ പല ദുശ്ശീലങ്ങളിലൊന്ന് ലേഖനം എഴുതി ആർക്കെങ്കിലും കൊടുത്താൽ അതിൻ്റെ ഒരു പ്രതി കൈവശം സൂക്ഷിക്കുന്ന പതിവ് ഒരിക്കലുമില്ല. അപ്പോൾ അവരത് കളഞ്ഞാൽ അതോടുകൂടി അത് പോയി. അപ്പോൾ അത് പ്രസിദ്ധപ്പെടുത്താതെ വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. തന്ത്രിമുഖ്യൻ പുതുമന ശ്രീധരൻ നമ്പൂതിരിപ്പാടിനെ അടുത്ത കാലത്ത് ഒരു സമ്മേളനത്തിൽ വെച്ച് കണ്ടപ്പോൾ ഞാനിത് പറയുകയുണ്ടായി. ഞാനിങ്ങനെ ഒരു ലേഖനം അച്ഛനെപ്പറ്റി എഴുതിയിരുന്നു, അത് പോയിന്ന് തോന്നുന്നു. അപ്പം അത് ഇല്ല, പോയിട്ടില്ല, ഞങ്ങൾ അതെല്ലാം കൂടെ ചേർത്തിട്ടൊരു പുസ്തകം ഉടൻ തന്നെ ഇറക്കാൻ പോവാണ്, അടുത്ത് തന്നെ പുസ്തകം പുറത്ത് വരും എന്നതും പറഞ്ഞത് കേട്ട് വളരെ സന്തോഷം തോന്നി. കാരണം ആ ഒരു ലേഖനം, എൻ്റെ പല ലേഖനങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഞാനിതിൻ്റെ പ്രതി കൈവശം സൂക്ഷിക്കുന്ന സ്വഭാവം ഇല്ലാത്ത ആളാണ്. ആ ലേഖനത്തിൽ പുതുമന വലിയ തിരുമേനിയുമായി എനിക്ക് ആദ്യമായി പരിചയമുണ്ടായ കാലം മുതലുള്ള കാര്യങ്ങൾ, ഒരു 10-40 വർഷം മുൻപത്തെ കാര്യമാണ്. അത് മുതലുള്ളത് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പരമസാത്വികനായ വ്യക്തിയായിരുന്നു. ശരിക്കും നമ്മുടെ ഒരു നല്ല കേരളീയ ബ്രാഹ്മണനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ സദ്ഗുണങ്ങളുമുള്ള, ഒരുപക്ഷെ യാഥാസ്ഥിതിക ബ്രാഹ്മണൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. പക്ഷേ അതേസമയം ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെട്ട ദിവസം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു യാഥാസ്ഥികത്വവും അദ്ദേഹത്തിൻ്റെ രൂപത്തിലൊഴികെ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ കണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ്. ഞാൻ അമ്പലപ്പുഴ പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണെന്ന് അറിയാതെ ഒരു ഔദ്യോഗിക സന്ദർശനം നടത്തിയാണ്. അപ്പോഴാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു സാധാരണ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ നിന്ന് വ്യത്യസ്തമായ രൂപമാണ്. പക്ഷെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ അറിവോടുകൂടി, നല്ല പ്രായോഗിക പരിജ്ഞാനത്തോടു കൂടി സംസാരിച്ചു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അപ്പം അക്കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് ഒരു യാഥാസ്ഥിതികത്വവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. വളരെ കാലം ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില കൃതികളൊക്കെ മാനുസ്ക്രിപ്റ്റ് ആയിരിക്കുമ്പോൾ എന്നെ വായിച്ച് കേൾപ്പിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൻ്റെ ചിലപ്പോൾ അഭിപ്രായം ചോദിക്കും. ഞാനത് ആ ലേഖനത്തിൽ എഴുതിയിട്ടില്ല. എൻ്റെ അഭിപ്രായം കൊണ്ടൊരു കാര്യമില്ല, കാരണം അദ്ദേഹത്തിനുള്ള പോലുള്ള വിവരമൊന്നും എനിക്കില്ല. അത് പക്ഷേ അദ്ദേഹം എന്നോടൊരു സ്നേഹം പ്രദർശിപ്പിക്കുന്ന ഒരു രീതി എന്ന് മാത്രം ഞാനതിനെ എടുക്കുന്നു. ഞാനിപ്പോൾ ദീർഘമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ 3-4-5 പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഒന്ന്, 16-ാമത്തെ വയസ്സിൽ അമ്പലപ്പുഴ മഹാക്ഷേത്രത്തിലെ നവീകരണ ക്രിയകൾക്ക് താൻ നേതൃത്വം നൽകി. അതൊരു ചെറിയ കാര്യമല്ല. നേതൃത്വം നൽകാനുള്ള അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതിന് പുറമെ അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ 16-ാമത്തെ വയസ്സിൽ. അപ്പോൾ നമുക്കറിയാമെങ്കിൽ പോലും എന്നെക്കൊണ്ടാകുമോ എന്നൊരു സംശയം മറ്റൊരാൾക്ക് തോന്നും. 16-ാമത്തെ വയസ്സിൽ അമ്പലപ്പുഴ മഹാക്ഷേത്രത്തിലെ
നവീകരണ ക്രിയകൾക്ക് നേതൃത്വം നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഞാൻ പിന്നീട് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, കുറേ കാലമൊക്കെ ദേവസ്വം ബോർഡുമായിട്ട് അടുത്ത് ബന്ധപ്പെടാൻ എനിക്ക് സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം താന്ത്രികമായ വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു സംശയ നിവൃത്തി വരുത്തണം എന്നുള്ളപ്പോൾ അവർ 1-2 പേരോട് മാത്രമേ കാര്യങ്ങൾ ചോദിക്കുമായിരുന്നുള്ളൂ. ഒന്ന് ദിവംഗതനായ താഴമൺ കണ്ഠരി ശങ്കരർ, മറ്റൊന്ന് ദിവംഗതനായ പുതുമന ദാമോദരൻ നമ്പൂതിരിപ്പാട് അവർ. മറ്റ് പ്രശസ്തന്മാരായ തന്ത്രികൾ, കുഴിക്കാട്ട് പച്ചയും മറ്റും രചിക്കപ്പെട്ടത് കുഴിക്കാട്ട് തന്ത്രിമാരുടെ കുടുംബത്തിൽ നിന്ന്. പക്ഷേ അവരോടൊന്നും ചോദിക്കുന്നതിനേക്കാൾ ഈ 2 വ്യക്തികളെയാണ് അവരെ ആധികാരികമായി താന്ത്രിക വിഷയങ്ങളിൽ ആശ്രയിച്ചിരുന്നത് എന്നുള്ളത് എനിക്ക് നേരിട്ടറിയാം. അത് അദ്ദേഹത്തിൻ്റെ താന്ത്രിക വിഷയത്തിലുള്ള മറ്റൊന്ന്, അദ്ദേഹത്തിന് സംസ്കൃത ഭാഷയിലുള്ള അസാധാരണമായ സ്വാധീനം. ഇപ്പം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ശ്രീ CP നായർ അവർക്ക് അനേകം കത്തുകൾ അദ്ദേഹം അയച്ചു. അതെല്ലാം ലളിത കോമളമായ പ്രൗഢസുന്ദരമായ സംസ്കൃത ഭാഷയിലാണ്. അതിനു പുറമെ അദ്ദേഹത്തിൻ്റെ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള കാവ്യവും മറ്റു കാര്യങ്ങളൊക്കെ വിടുക, അതിനേക്കാളൊക്കെ എനിക്ക് അത്ഭുതകരമായി തോന്നിയത് ആശ്വലായന ക്രിയാ ക്രമദീപിക. ആ ക്രമദീപികയിൽ പറയുന്നത് പോലെ ഒരു വിഷയം, വളരെ വിരസമായി തോന്നാവുന്ന വിഷയങ്ങൾ ഒന്നാന്തരം കവിതയായി മനോഹരമായ സംസ്കൃത ഭാഷയിൽ രചിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷെ അത് ചെയ്തിരിക്കുന്നു. ജഗദ്ഗുരു ആദിശങ്കരൻ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലും മറ്റും വളരെ വളരെ ശുഷ്കമായ ദാർശനിക തത്വങ്ങൾ ഒന്നാന്തരം കവിതയായിട്ട് എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ കവിതയാക്കാൻ സാധിക്കും? വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജ അന്തർഗതം എന്നൊക്കെ പറയുന്നത് വിഷയം വളരെ അഗാധമായ ഫിലോസഫിയാണ്. പക്ഷെ അദ്ദേഹം അത് എഴുതുമ്പോൾ ശുദ്ധ കോമളമായ മനോഹരമായ സംസ്കൃത കവിതയായിട്ട് പ്രവഹിക്കും. അതുപോലെ ഒരു കൃതിയാണ് ആശ്വലായന ക്രിയാക്രമദീപിക. കഴിഞ്ഞ തലമുറയിലെ സംസ്കൃത പണ്ഡിതന്മാരിൽ പോലും പുതുമന വലിയ തിരുമേനി അല്ലാതെ മറ്റൊരാൾ ഇങ്ങനെ ഒരു വിഷയം ഇതുപോലെയുള്ള കാവ്യമായി രചിക്കാൻ ധൈര്യപ്പെടുമായിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. അത് എന്തിനാണ് ആ കൃതി എഴുതിയത്? ഇനി വരുന്ന തലമുറകൾക്ക് ഈ ആശ്വലായന്മാരുടെ ക്രിയകളെപ്പറ്റി സംശയമുണ്ടായാൽ ആധികാരികമായ ഗ്രന്ഥം കിടക്കട്ടെ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്തതാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി അഭ്യസിച്ച ഒരു ശിഷ്യൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്, മനയത്താറ്റ് ചന്ദ്രശേഖരൻ നമ്പൂതിരി. മറ്റൊന്ന് മണ്ണാറശാല സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അവരൊക്കെ എഴുതിയിരിക്കുന്ന ഹ്രസ്വലേഖനങ്ങളാണെങ്കിലും അവയിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. വളരെ പ്രാചീനമായ ഭാരതത്തിലെ ഗുരുകുല സമ്പ്രദായത്തിനുണ്ടായിരുന്ന എല്ലാ മഹിമയും അദ്ദേഹത്തിൻ്റെ ആ പഠന സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. മനയത്താറ്റ് ചന്ദ്രശേഖരൻ നമ്പൂതിരി ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, അത് എൻ്റെ കുടുംബം തന്നെയായിരുന്നു. അവിടുത്തെ അമ്മ എൻ്റെ അമ്മ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ എൻ്റെ സഹോദരരായിരുന്നു. അത് ശ്രീ D ദാമോദരൻ നമ്പൂതിരി ഇവിടെ വെച്ച് പറയുകയുണ്ടായല്ലോ, ഞങ്ങളുടെ ജ്യേഷ്ഠൻ തന്നെയാണ്. അപ്പോൾ ഒരു 4-5 വർഷക്കാലം തൻ്റെ അടുക്കൽ ശിഷ്യനായി പഠിക്കാൻ വരുന്ന ആളിനെ മിക്കവാറും 100% തൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി സാന്ദീപനി മഹർഷി ശ്രീകൃഷ്ണനെ അഭ്യസിപ്പിച്ചതുപോലെ അത്ര ആത്മാർത്ഥത്തോടുകൂടി ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. എപ്പോഴാണ് പഠിപ്പിക്കലെന്നൊന്നുമില്ല, എപ്പോഴും പഠിപ്പിക്കും. ചിലപ്പോൾ രാത്രിയിലും എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ പഠിപ്പിക്കും. എന്തെങ്കിലും ചെറുപ്പത്തിൻ്റേതായ അവിവേകതകൾ കാണിച്ചാൽ അദ്ദേഹം അത് കണ്ടതായി നടിക്കുകയില്ല എന്നൊക്കെ. അപ്പം അതിൽ നിന്നൊക്കെ ഒരു